മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ അന്വേഷണ കമ്മീഷൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവരാണ് ജയിലിലേക്ക് എത്തിയത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവം ഏറെ വിവാദമായ ഒരു കാര്യം തന്നെയായിരുന്നു. ഈ ഒരു ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, അല്പസമയം മുമ്പാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവർ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അകത്ത് കയറി വിശദമായി പരിശോധനകളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ ആദ്യമായി പോയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അകത്ത് കയറി വിശദമായ പരിശോധനകൾ നടത്തിയ തുടർന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ജയിലിൽ പോരായ്മ കുറവുണ്ട്, കുറവുണ്ട് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ജയിലിലെ പോരായ്മകൾ കണ്ടുപിടിച്ച് സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നു. ഒപ്പം തന്നെ ജയിൽ ചാട്ടം തടയുക എന്നതാണ്, അതായത് ഇനിയൊരു ജയിൽ ചാട്ടം ഉണ്ടാകാതിരിക്കാൻ ഉള്ള നടപടികളൊക്കെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഇതാണ് കമ്മീഷന്റെ ഉദ്ദേശം, അതായത് ജയിൽ ചാട്ടം ഇനി തടയുക അല്ലെങ്കിൽ ജയിൽ ചാട്ടം ഇനി ഉണ്ടാവാതിരിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെയും ആരംഭിക്കുക, ഇതാണ് കമ്മീഷന്റെ ഉദ്ദേശം എന്നാണ് അദ്ദേഹം നേരത്തെ ഈ സന്ദർശിച്ചിട്ടുടൻ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ കമ്മീഷൻ അംഗങ്ങളായ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ഉൾപ്പെടെയുള്ള മുൻ DGP ജേക്കബ് പുന്നൂസ് ഉൾപ്പെടെയുള്ള സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഗോവിന്ദചാമി സൗമ്യവധ കേസിലെ പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയത്. ഏറ്റവും സുരക്ഷാ ബ്ലോക്കായ 10ാം ബ്ലോക്ക്, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ 10ാം ബ്ലോക്കിലാണ് ഏറ്റവും ഉയർന്ന പ്രതികളെയൊക്കെ പാർപ്പിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിൽ നിന്നാണ് ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയത്. തുടർന്ന് ഈ ഗോവിന്ദചാമിയെ ഒരു ആളൊഴിഞ്ഞ പറമ്പിന്, അതായത് കണ്ണൂർ താവക്കര തളാപ്പിലെ ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിൻ്റെ കിണറ്റിൽ നിന്നുമാണ് ഈ ഗോവിന്ദചാമിയെ കണ്ടെത്തുന്നത്. അതായത് ഏകദേശം പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജയിലിലെ കമ്പി, അതായത് ഈ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന ജയിലിന്റെ കമ്പി അറുത്ത് മുറിച്ച് മാറ്റി പുറത്തേക്ക് കടക്കുകയും നുഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയും തുടർന്ന് മതിൽ ചാടിക്കിടക്കുകയുമാണ്. അതായത് പുതപ്പ് കൊണ്ടും കയറുകൊണ്ടും വലിച്ചു കെട്ടി ഫെൻസിങ്ങിന്റെ കമ്പിയിൽ പുതപ്പ് വലിച്ചു കെട്ടിയ ശേഷം മതിൽ ചാടി ഇറങ്ങുകയാണ് ഗോവിന്ദചാമി ചെയ്തത്. തുടർന്ന് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് നടക്കുകയും ഇതിനിടയിൽ വഴിയരികിൽ അദ്ദേഹത്തെ തിരിച്ചറിയുകയും ചെയ്തു. ഈ ഗോവിന്ദചാമി തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ തട്ടിമാറ്റിക്കൊണ്ട് ഗോവിന്ദചാമി ഈ തളാപ്പിലെ ഈ ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ഓടുകയായിരുന്നു. അതിനുശേഷം ഈ കിണറിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ കിണറിൽ നിന്നാണ് പിന്നീട് ഈ ഗോവിന്ദചാമി പുറത്തേക്ക് എടുക്കുന്നത്. അതായത് ഒരു 20 മാസങ്ങളോളം നീണ്ട ഒരു പ്ലാനിനൊടുവിലാണ് ഗോവിന്ദചാമി ജയിലിൽ ചാടുന്നത്. തുടർന്ന് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഉയരുന്നു. അങ്ങനെയാണ് സർക്കാർ ഈ അന്വേഷണ കമ്മീഷനെ വെക്കുന്നത്. ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ, ഒപ്പം തന്നെ ഈ മുൻ DGP ജേക്കബ് പുന്നൂസ് തുടങ്ങിയ കമ്മീഷനെയാണ് സർക്കാർ വെച്ചിരിക്കുന്നത്. ഏതായാലും അവർ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിച്ചു. ഇനി എന്താണ് മുന്നോട്ടുള്ള നടപടികൾ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. ദേവിക. ശരി, ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ അന്വേഷണ കമ്മീഷൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവരാണ് ജയിലിലേക്ക് എത്തിയത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.